എല്ലാവർക്കും പോവാം. റെഡി. ആദ്യം നമ്മള് ബോച്ചയുടെ മറ്റേ ഓക്സിജൻ റിസോർട്ടിലേക്ക് പോവാം. എന്നിട്ട് അവിടെ നിന്ന് തേക്കടി എന്നിട്ട് നാളെ തേക്കടി അതിൽ നോക്കിയാണ്. എത്ര ദിവസത്തെ ട്രിപ്പാ? 2 ദിവസത്തെ ട്രിപ്പ്. 2 നൈറ്റ് 3 ഡേ. ഓക്കെ എഴുതണോക്കെ ഇവിടെ നോക്കൂ. തല്ലുടുത്തായി. മിങ്ങി പൊട്ടിയിരിക്കാണ്. അയറിനെ ഛർദിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലേ. എടനൊക്കെ ആയാ? ഓ ദേ വാ വിളിക്കുന്നു. തിന്നാ ഛർദിക്കാ അതേ വായലൊക്കെ എന്തൊക്കെ ഇരിക്കണ്. കപ്പലിന്റെ മിഠായി എന്തൊക്കെ ഇരിക്കണ്. എവിടെ ടൂറ് പോയാലും ഇതൊക്കെ തന്നെ അവസ്ഥ കേട്ടോ. 1-2 പ്രാവശ്യം എഴുതാൻ എന്തായാലും ഛർദ്ദിക്കും. അപ്പം നമ്മൾ നിർത്തി നമ്മുടെ സൗകര്യത്തിനൊക്കെ പതുക്കെയാണ് പോവാറ്. അങ്ങനെ വലിയ റഷ് ചെയ്തൊന്നും പോവാറില്ല. അപ്പം ഞങ്ങളിവിടെ ഇത് നമ്മുടെ ലോവർ പെരിയാർ ഡാമാണ്. അവിടെ ഞങ്ങൾ നല്ല രീതിയിൽ ഒരു 10-15 മിനിറ്റ് ടൈം സ്പെൻഡ് ചെയ്തു. എല്ലാവരും ഒന്ന് ഫ്രഷ് ആയതിന് ശേഷമാണ് നമ്മുടെ യാത്ര പിന്നെ തുടർന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടീ ഷോപ്പ്, ലഞ്ചൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല. കാരണം അത്ര ഹെവി ആയിട്ടൊക്കെ കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എയ്ഡനൊക്കെ ഭയങ്കരമായിട്ട് ഛർദ്ദിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ ഒരു ചായയൊക്കെ കുടിച്ച് യാത്ര തുടരുവാണ്. ഇപ്പോഴേ ഞങ്ങൾ അടുത്ത ഡാമിലേക്ക് എത്തിയിട്ടുണ്ട്, ഇരട്ടയാർ ഡാം. അവിടെ വണ്ടി നിർത്തി കുറച്ച് നേരം അവിടേക്ക് ഒന്ന് കറങ്ങി. കുട്ടികളെയും കൊണ്ട് ലോങ് ട്രിപ്പൊക്കെ പോകുന്നവർക്ക് അറിയാം, നമ്മൾ വളരെ ഹെവി ആയിട്ടൊക്കെ അവർക്ക് വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അവരുടെ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ സ്നാക്കൊക്കെ കഴിച്ച് മാക്സിമം തേക്കടി എത്താറായിട്ടുണ്ട്. ഇപ്പം ഞങ്ങളിത് ഇവിടെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി. എല്ലാവരും ബിരിയാണിയാണ് കഴിച്ചത്. അങ്ങനെ യാത്ര ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ സ്വന്തം ബോബി ചെമ്മണ്ണൂരിൻ്റെ തേക്കടിയിലുള്ള ഓക്സിജൻ റിസോർട്ടിലേക്ക് എത്തി. മെയിൻ റോട്ടിൽ നിന്ന് കുറച്ച് ഇതുപോലെ അകത്തേക്ക് കയറാനുണ്ട്. റോഡ് കുറച്ച് മോശമാണ് ഇവിടെ. എന്നാൽ നമ്മൾ അകത്തെത്തി. നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ വരെ സ്ഥലമുണ്ട്. അപ്പോൾ അവർ സെക്യൂരിറ്റി നമുക്ക് കാണിച്ചു തരും എവിടെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തു. പതുക്കെ നമ്മുടെ റിസപ്ഷനിലേക്ക് കയറിയേക്കുവാണ്. ഇതാണ് മെയിൻ എൻട്രൻസ്. നമ്മൾ താമസിക്കുന്ന കോട്ടേജുകളൊക്കെ താഴേക്കാണ് കേട്ടോ. താഴേക്കും ഓരോ സൈഡുകളിലേക്കൊക്കെ ആയിട്ടാണ്. ഇതതിൻ്റെ മെയിൻ റിസപ്ഷനാണ്. അവിടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ കുറേ പടങ്ങളും അങ്ങനെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട്. നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഇവിടെ.
നല്ല തണുപ്പുണ്ടോ? നമ്മുടെ റിസോർട്ടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നേരെ താഴേക്കുള്ള വ്യൂ പോയിൻ്റാണിത്. നിങ്ങൾക്ക് കാണണ്ടോയെന്ന് അറിയില്ല. ബ്ലൂ കളറിൽ നമുക്കവിടെ സ്വിമ്മിംഗ് പൂൾ കാണാൻ പറ്റും. 5 മണി വരെ എന്തോ ആണ് അതിൻ്റെ ഓപ്പണിംഗ് ടൈം. എന്തായാലും ചെറിയ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു കൂളിങ്, നല്ലൊരു ക്ലൈമറ്റ് തന്നെയാണ്. പറയാൻ വിട്ടുപോയി, ഞങ്ങൾ തന്നെക്കല്ല കേട്ടോ വന്നേക്കുന്നത്. ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടും അവരുടെ ഫുൾ ഫാമിലി ഉണ്ട്. അവരുടെ റിസോർട്ട് ഞങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിലാണ് അവരുടെ റിസോർട്ട്. അപ്പോൾ ഞങ്ങൾ ഒന്ന് ഫ്രഷ് ആയിട്ട് അവരുടെ അടുത്തേക്ക് വന്നേക്കുവാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോകാൻ വേണ്ടി മടിയായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് ഓർത്തതേ ഞങ്ങളെല്ലാവരും കൂടെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ ഉണ്ടായിരുന്ന ആവേശമൊന്നും ആർക്കും തിരിച്ചു വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല ടയേർഡായി. അത്യാവശ്യം നല്ല കയറ്റം കയറി വരാനുണ്ട്. മാത്രമല്ല നല്ല തണുപ്പും തുടങ്ങി. പിന്നെ നമ്മൾ യാത്ര ചെയ്ത് വന്നതിൻ്റെ ആ ഒരു ക്ഷീണം ഉണ്ടല്ലോ എല്ലാവർക്കും. അങ്ങനെ ഞങ്ങൾ വന്ന വഴി തന്നെ നല്ലൊരു കപ്പ് കാപ്പിയൊക്കെ കുടിച്ച് അയറിനോടി ക്വിൽറ്റിൻ്റെ അടിയിലേക്ക് കയറി ഞങ്ങളിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുക. ഡിന്നറൊക്കെ ഇവിടെ തന്നെ നമുക്ക് എല്ലാം ഉണ്ട്. നമുക്ക് ബൊഫയായിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ടേബിൾ അവർ സെറ്റ് ചെയ്ത് വരും. അപ്പം എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തു തരാം. അപ്പം ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ റിസോർട്ടിൻ്റെ ബാൽക്കണിയിൽ നിന്നിട്ടുള്ള നൈറ്റ് വ്യൂ അടിപൊളിയാട്ടോ. എനിക്ക് എത്രത്തോളം വീഡിയോയിൽ നിങ്ങളെ അത് കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. നല്ല ഭംഗിയായിട്ടുള്ള ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും അതുപോലെ തന്നെ ആ ക്ലൈമറ്റും എല്ലാം കൂടെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുവേ. സിജേട്ടനും മേഡനും കൂടെ ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് പോയി. അയറും വന്ന വഴി തന്നെ ടയർഡായിട്ട് ബെഡിൽ കിടക്കുക. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഡിന്നർ കഴിക്കാൻ പോകണം. എല്ലാവരും റെഡി ആയി കഴിയുമ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവും. അങ്ങനെ ഞങ്ങളുടെ ഡിന്നറൊക്കെ കഴിക്കുവാണ്. നല്ല ഫുഡായിരുന്നു. അത്യാവശ്യം നല്ല റേറ്റും കുഴപ്പമൊന്നുമില്ല. ഡിന്നറെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നല്ല സുഖമായിട്ട് അങ്ങ് ഉറങ്ങും. ഉറങ്ങി എണീറ്റ് നാളെ രാവിലെ തന്നെ ബോട്ടിങ്ങിന് പോകണം. പിന്നെ ബാക്കിയുള്ള ആക്ടിവിറ്റി എല്ലാം നാളെയാണ്. ഇന്ന് ഞങ്ങളിനി വേറെ ഒന്നുമില്ല, സുഖമായിട്ട് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. വീഡിയോയുടെ ലെങ്ത്ത് എന്തായാലും കൂടി പോകും അല്ലെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കണം. നാളത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.